കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ എന്ന് നോക്കാൻ പോവാം. അങ്ങനെ ആദ്യം തന്നെ വരുമ്പോൾ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള കിഴക്കേ നടയിലെ വലിയ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴാം. അവിടെ പോയിട്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ആ ഗോപുരവാതിൽ കടന്ന് നമുക്ക് അകത്തേക്ക് പോവാം. പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ടേ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് നോക്കാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ തന്നെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്വർണത്തിൻ്റെ വിളക്കിൽ, നെയ്വിളക്കിലുള്ള ആ പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ അവിടേക്ക് ഇങ്ങനെ നോക്കി വരിക. ആ ഇടത്തെ ഭാഗത്തെ നോക്കിയിട്ട് ആ പീഠം നോക്കിയാൽ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത്തെ ഭാഗത്തെ ആ ഫസ്റ്റ് കാണുന്ന തൂണൊന്ന് നോക്കിയിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ആ വലത്തെ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ അടിയിലിങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് മത്സ്യാവതാര മൂർത്തിയാണ് കേട്ടോ. വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് കാണുന്നത്. ആ മത്സ്യത്തിൻ്റെ ആ ചിറകുകളൊക്കെ ഇങ്ങനെ എന്താ അതിന് പറയുക, ചെളുക്ക, അതൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് വേറിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് അങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന പോലെ അതിങ്ങനെ കാണുന്നു. പിന്നെ അരയിലേക്ക് നോക്കിയാലോ, അര വരെയാണ് അതുള്ളത്. അരയിൽ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ചതുർബാഹുവായ ആ മഹാപ്രഭുവായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ വളയം പോലത്തെ മാലയും, അതേപോലെ മാങ്ങാമാലയും, പിന്നെ ഒരു പതക്കം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളിലും ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി, പത്മം ഒരു താമര തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 കൈകളോട് കൂടിയിട്ട് മഹാപ്രഭുവായിട്ടാണ്, മത്സ്യരൂപത്തിലാണ്, മത്സ്യാവതാരമൂർത്തിയായിട്ടെന്ന് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുകയാണ് ഭക്തരെ എല്ലാവരെയും കാക്കാനായിട്ടേ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് ആ സോപാനപ്പടിയിൽ നിന്നിട്ട്. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിന് മുൻപിൽ നിന്നിട്ട് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ ആ വിശ്വരൂപം, ആ മഹാപ്രഭുവിൻ്റെ രൂപം, മത്സ്യാവതാര രൂപം നമ്മളിലേക്ക് കാണാൻ കഴിയും. ആ കണ്ണിലേക്ക്, നമ്മളെ മനസ്സിലേക്ക് ആ വിശ്വരൂപം ഓടിയെത്തും. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ, തൊഴുതോളൂ. അങ്ങനെ നോക്കുമ്പോൾ തിരുമുടിമാലയൊക്കെ കാണാണ്ട്, തിരുമുടിമാല 2-3 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും, തെച്ചിയും തുളസിയും വെളുത്ത പൂവും, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതും, അങ്ങനെ 3 തിരുമുടിമാലകൾ കാണാനുണ്ട്. അതുപോലെ ആ വലിയ മാല, ഉണ്ടമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. താമരമാല ഉണ്ട്, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള 1, അങ്ങനെ 2 വലിയ ഉണ്ടമാലകളുണ്ട്. മൊത്തത്തിൽ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചും പൂക്കളും കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് മത്സ്യാവതാര മൂർത്തിയെ. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഫസ്റ്റ് കാണുന്ന ഒരു കല്ല്, ബലിക്കല്ല്, അഗ്നികോണിലുള്ള കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുകയാണ്. അത് തൊഴുത് നേരെ നമ്മൾ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. തിടപ്പള്ളി നോക്കി തൊഴുത് പിന്നെ വീണ്ടും വരുമ്പോൾ അവിടുന്ന് നോക്കിയാൽ, ആ തിടപ്പള്ളിയുടെ അവിടുന്ന് തന്നെ നോക്കിയാൽ, ഇപ്പം മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ പോലെ തന്നെ ആലിലയിലുള്ള ആ ഉണ്ണിക്കണ്ണനെ കാണാം. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അവിടെ വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. അവിടെയും കൊമ്പും തുമ്പിക്കൈയും ഒക്കെ വളരെ മനോഹരമായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെയും കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് നേരെ ആ സൈഡിൽ വന്ന ചെറിയ ഗണപതിനെ കാണാം. അതൊന്ന് തൊട്ട് തലോടി പോരാം. പിന്നെ മത്സ്യാവതാരമൂർത്തി വീണ്ടും കാണാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. പിന്നെ മേൽശാന്തിയിൽ അവിടെ വന്ന അർച്ചന പ്രസാദം വാങ്ങാം. മേൽശാന്തി തന്നെ അവിടെ ഇരിക്കണു. ഇന്നത്തെ കളഭാലങ്കാരം മേൽശാന്തി തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനാവതാരം കാണാം. അതൊക്കെ കഴിഞ്ഞ് ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നെ വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ആ വിഷ്ണുവിനെ കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. വീണ്ടും ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് പോയിട്ട് നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ബലരാമനും ശ്രീരാമനും ഭാർഗവരാമനും അങ്ങനെയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നും കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ആ മുരുകൻ്റെ അവിടെ വന്ന് കാണാം. നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാൽ ഒന്നിപ്പോൾ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. കുറച്ച് കുങ്കുമം കൊണ്ട് അഭിഷേകം മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ആ ഓവിൻ്റെ അവിടെ വരാം. ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് നീങ്ങിയാൽ നമ്മൾ താമരക്കണ്ണനെ, പുതിയതായി നിർമ്മിച്ച താമരക്കണ്ണനെ, വരച്ച താമരക്കണ്ണനെ കാണാം. അത് കണ്ട് തൊഴുത് നേരെ ആ മണിക്കിണർ നോക്കിയിട്ട്, ഗ്രില്ലിൻ്റെ അവിടെ വന്ന മണിക്കിണർ നോക്കിയിട്ട് തൊഴാം. പിന്നെ ആ നൃത്താറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ കുറൂരമേനി, നാരദരി, വസുദേവരെയൊക്കെ കണ്ട് അങ്ങനെ പോന്ന് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നാൽ പ്രസാദമൊക്കെ വാങ്ങാം. ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊടാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മയെ കാണുമ്പോൾ എന്ത് രൂപത്തിലാണ് ഇരിക്കണതെന്ന് നോക്കണ്ടേ. അങ്ങനെ വന്ന് നോക്കുമ്പോഴോ നല്ല വലിയ വട്ടപ്പൊട്ടൊക്കെതായി കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് വളരെ സുന്ദരിയായിട്ടാണ്, അതീവ സുന്ദരിയായിട്ടാണ് നമ്മുടെ ഭക്തരെ കാത്തിരിക്കുന്നത് ആ അമ്മ. അപ്പോൾ കണ്ടു തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിൽ വരുമ്പോൾ മമ്മിയൂരപ്പനെ നോക്കാം. ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ മമ്മിയൂരപ്പനെ നോക്കുക, മനസ്സാ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പം മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ മത്സ്യാവതാരമൂർത്തിയെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് നമസ്കരിച്ച് അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്താം. അവിടെ നിന്ന് നോക്കി തൊഴാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. അന്ന് പ്രദക്ഷിണമായിട്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ വണങ്ങിയിട്ട് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ് നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. അതേപോലെ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്ന ആ ഗരുഡധ്വജനെ കാണാം. ആ ധ്വജത്തിൻ്റെ മുകളിൽ ഗരുഡ ഭഗവാനെ കാണാം, കണ്ട് തൊഴാം. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ നമ്മൾ കണ്ട് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.